നമസ്കാരം പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. നോർക്കയുടെ ആരോഗ്യ ഇൻഷുറൻസ് അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമാവുകയാണ്. ഓഗസ്റ്റ് മാസം 18-ാം തീയതി പദ്ധതിക്ക് തുടക്കം കുറിക്കും. നിലവിൽ സെപ്റ്റംബർ മാസം 18-ാം തീയതി വരെ ഒരു മാസക്കാലം നമുക്ക് ഇതിനുവേണ്ടി അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. പ്രവാസികളായവർക്ക്, പ്രവാസി കുടുംബങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു കൈത്താങ്ങാവുന്ന ഒരു പദ്ധതി കൂടിയാണിത്. അതുമാത്രമല്ല, നോർക്ക കെയർ പ്ലസ് എന്നറിയപ്പെടുന്ന പുതിയ ആരോഗ്യ ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ ഈ നവീകരിച്ച ആരോഗ്യ ഇൻഷുറൻസിൽ കൂടുതൽ ആളുകളെ ചേർക്കുന്നതിനും അതോടൊപ്പം തന്നെ നിബന്ധനകൾക്ക് വിധേയമായി 80 വയസ്സ് വരെയുള്ള മാതാപിതാക്കളെ ഉൾപ്പെടുത്തുന്നതിനെല്ലാം തന്നെ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുള്ളൂ. മറ്റ് വിശദ വിവരങ്ങൾക്കും അതോടൊപ്പം തന്നെ പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം വേണം നിങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതിന്. അതുമാത്രമല്ല, 99% മുകളിൽ തന്നെ നിലവിൽ ക്ലെയിം റേഷ്യോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 33,000 മുകളിൽ അതായത് അപേക്ഷകർക്കാണ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ആവശ്യമായിട്ട് വന്നവർക്ക് അക്കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ അപേക്ഷ വയ്ക്കുമ്പോൾ മുഴുവൻ തുകയല്ല, നിലവിൽ പോളിസിയിൽ പറഞ്ഞ പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള അനുപാതത്തിലുള്ള എമൗണ്ട് ആയിരിക്കും ഹോസ്പിറ്റലിൽ റിലീസ് ചെയ്യുക. നമ്മളുടെ സംസ്ഥാനത്ത് 688 മുകളിൽ ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടും 20,000 മുകളിൽ ഹോസ്പിറ്റലിൽ ഇത്തരത്തിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയുടെ നോർക്ക കെയർ പ്ലസിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാനും മുൻപ് രജിസ്ട്രേഷനുള്ളവർക്ക് പുതുക്കാനൊക്കെയുള്ള സംവിധാനമായിട്ട് ഇതിനെ കാണണം. ഈ ഒരു അവസരം മറക്കാതെ പ്രയോജനപ്പെടുത്തുകയും വേണം. മുൻപ് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 7 സ്ലാബുകളായിട്ടാണ് നമുക്ക് ഇൻഷുറൻസ് ലഭ്യമാവുക. 10 ലക്ഷത്തിൻ്റെ ഉണ്ട്, 15 ലക്ഷത്തിൻ്റെ ഉണ്ട്, അതോടൊപ്പം തന്നെ 20, 25, 50 ലക്ഷം, 1 കോടി എന്നിങ്ങനെ ഇൻഷുറൻസ് ഉണ്ട്. 10 ലക്ഷത്തിന് മുകളിലുള്ള പാക്കേജുകളാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ നമുക്ക് നിബന്ധനകൾക്ക് വിധേയമായിട്ട് 80 വയസ്സ് വരെയുള്ള നിലവിൽ പോളിസി ഉടമയുടെയോ അത് ജീവിത പങ്കാളിയുടെയോ മാതാപിതാക്കളെ ഉൾപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥകൾ വരെ ഇതിൽ ലഭ്യമാണ്. നിലവിൽ 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുക. അവർക്ക് ആക്റ്റീവായിട്ടുള്ള നോർക്ക പ്രവാസി ID കാർഡ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ID കാർഡ് അതല്ലെങ്കിൽ NRK ID കാർഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ സംസ്ഥാനത്തിന് വെളിയിലുള്ളവർക്കും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇനി ഇത്തരത്തിൽ ID കാർഡ് എടുത്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം ID കാർഡ് ജനറേറ്റ് ചെയ്യുക. അതിനുശേഷം ഇൻഷുറൻസ് പോളിസി എടുക്കുകയും ചെയ്യാവുന്നതാണ്. മുൻപ് ബേസിക്കായിട്ട് ഒരു ഫാമിലി ഇൻഷുറൻസ് 13,411 രൂപയിൽ എടുക്കാൻ സാധിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ വ്യക്തിഗത ഇൻഷുറൻസ് 8,101 രൂപ. ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് ഭാര്യ, ഭർത്താവ്, 2 കുട്ടികളാണ്. അധികമായിട്ട് ഒരു കുട്ടിയെ ആഡ് ചെയ്യുന്നതിന് 4,100 സംതിങ് ആണ് ഇതിനു വേണ്ടി ആകുന്നത്. അപ്പോൾ ഈ ഓരോ പാക്കേജ് ഇപ്പോൾ നിലവിൽ വിവിധ സ്ലാബുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ നിലവിൽ നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ പ്രീമിയത്തിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് തന്നെ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തിലും വ്യത്യാസങ്ങളുണ്ടാകും. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കുക. നമുക്ക് 2 രീതിയിലാണ്. ഒന്ന്, മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്കിത് രജിസ്ട്രേഷൻ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കും. അതല്ല എങ്കിൽ നമുക്ക് നോർക്ക വെബ്സൈറ്റ് വഴി തന്നെ ഈ കാര്യങ്ങൾ, അത് ഇൻഷുറൻസ് റിന്യൂവലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കലോ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ലിങ്കുകൾ, മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലിങ്ക് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷുറൻസിനെ പറ്റി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും ഈ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലുള്ള ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.